നമസ്കാരം. ഞങ്ങളിപ്പം നക്രാൽ പുതുവലിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴി കുറേ വർഷങ്ങളായിട്ട് ഇൻ്റർലോക്കൊന്നും ചെയ്യാതെ നശിച്ച് കിടന്ന വഴിയായിരുന്നു. ജീപ്പുകൾക്ക് പോലും പോകാൻ പ്രയാസമുണ്ടായിരുന്ന വഴിയാണ്. ഇപ്പം 1.5 വർഷമായി ഇത് മൊത്തം അങ്ങേയറ്റം നീളം വരെ 2.5 കിലോമീറ്ററോളം ഇൻ്റർലോക്ക് ചെയ്തു നല്ല മനോഹരമാക്കി. ഇപ്പോൾ അതുകൊണ്ട് കാൽനട യാത്രക്കാർക്കും രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും വൈകിട്ട് നടക്കാനിറങ്ങുന്നവർക്കും ആ ഗ്രാമവാസികൾക്കും ഒക്കെ ഇപ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കുകയാണ്. ഇവിടെ വളരെ ചുരുങ്ങിയ കുറച്ച് ഗ്രാമവാസികൾ മാത്രമേ ഉള്ളൂ. അവർ കൃഷിയും മത്സ്യബന്ധനവുമായി മാത്രം ഉപജീവനം നയിക്കുന്ന കുറേ കൊച്ചു ഗ്രാമീണർ, നല്ല നിഷ്കളങ്കരായ ഗ്രാമീണരാണ്. ഇവരുടെ വീടിൻ്റെ അവസാനമാണ് നമ്മുടെ നക്രാൽ പുതുവൽ ഈ റോഡ് അവസാനിക്കുന്നത്. നമുക്കപ്പോൾ നക്രാൽ പുതുവലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കുറച്ച് കാണാം. അതേ കണ്ടില്ലേ, നോക്കത്താ ദൂരത്തോളം വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന പാടശേഖരവും, ഒരു സൈഡിൽ പാടശേഖരം മറു സൈഡിൽ കായലും ആയിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ വിതച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം വിത നടന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ. ഇവിടെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പറവകൾ ഇവിടെ ഉള്ളത്. അവർക്ക് നെല്ല് തിന്നാനും പിന്നെ വെള്ളം ഇറങ്ങിപ്പോയ സമയത്തുള്ള മീനുകളെ തിന്നാനും ഒക്കെ ആയിട്ട് നമ്മളിതാണ് നക്രാൽ പുതുവലിൻ്റെ അവസാന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ അതിൻ്റെ മയിൽക്കുറ്റി കൊടുത്തിട്ടുണ്ട് നക്രാൽ പുതുവലിൻ്റെ. നക്രാൽ പുതുവൽ 0. ഇതിൻ്റെ മറുപുറം പൂവം, അത് 2.5 കിലോമീറ്ററാണ് ഇവിടുന്ന് പൂവത്തിന്. പിന്നെ ഇവിടുന്ന് ഈ വഴി നമ്മുടെ മുന്നോട്ടുള്ള വഴി നമുക്ക് നടപ്പാത, ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. കായലിൻ്റെയും ചിറയുടെയും വയലിൻ്റെയും ഇടയിലൂടെയുള്ള ഈ ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വീടുകളും ഒന്നും ഇല്ല. അവിടെ ആ ഭാഗങ്ങളിലൊന്നും വീടില്ല. വെറും ഒരു മൺതിട്ട മാത്രമേ ഉള്ളൂ. റോഡ് അവസാനിക്കുന്നിടം വരെയുള്ള വീട്, അത് കുറച്ച് വീടേ ഉള്ളൂ. കുറച്ച് ഗ്രാമീണർ, നല്ല കുറേ ഒരു 8-10 വീട് ആ ഗ്രാമം അവിടെ തീരുക. അപ്പോൾ അവരുടെ ഉപജീവനമാർഗ്ഗം ഇതൊക്കെ തന്നെയാണ്, കൃഷിയാണ്, പിന്നെ മത്സ്യബന്ധനമാണ്. അവർ കൊച്ചു മീനുകളെ പിടിച്ച് അവർ ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ട് അവിടെ പായലിട്ട് ചെറിയ മീനുകൾ ഉണക്കിയെടുക്കുന്നത്. പിന്നെ അവർക്ക് ഗൃഹനാഥന്മാരൊക്കെ പുറത്ത് ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, മറ്റ് കൃഷിപ്പണികളുണ്ട്, പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ട്. നല്ല ഒറ്റപ്പെട്ട ഒരു കുഞ്ഞു ഗ്രാമം. ഇത് കണ്ടില്ലേ അവിടുത്തെ പറവകൾ. ഇപ്പോൾ അവിടെ ഒരു പിന്നെ ഇതാണ് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു പമ്പ് ഹൗസ് ഉണ്ട് അവിടെ. ഇത് കൊക്കല്ല, വേറെ എന്തോ ഒരു കിളിയാ, എന്തോന്ന് ഇത് വലിയ വലിപ്പമുള്ള സൈസ് കിളിയല്ല, ഒരു പ്രാവിൻ്റെ വലിപ്പമേ ഉള്ളൂ. പ്രാവിൻ്റെ അത്രയും ഇല്ല. പക്ഷേ ഇത് ഭയങ്കര നമ്മുടെ പൊന്മാനൊക്കെ മീൻ പിടിക്കുന്ന പോലെ തന്നെ ഇത് വെള്ളത്തേക്ക് ഊളിയിട്ട് പോയി മീനെ പിടിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ സൂര്യാസ്തമയമായിരുന്നു. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരത്തോടെ പോയി ഇരിക്കാനും ആ റോഡിൽ കൂടെ നടക്കാനും ആരുടെയും ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വാഹനങ്ങളുടെ ശല്യമില്ല. ഫാമിലിയൊക്കെ ഒരുപാട് വരുന്നുണ്ട് അവിടെ നടക്കാനായിട്ട്, പിന്നെ സ്ഥലം കാണാനായിട്ട്. വലിയ പൊക്കമില്ലാത്ത വാഴയായിരുന്നു അത്. നമ്മുടെ ഈ ഓരോ സൈസ് പല ടൈപ്പിൽ കൃഷിഭവനിൽ നിന്നും ഒക്കെ കൊടുക്കുന്ന സൈസ് വാഴകളില്ലേ. പിന്നെ 2 സൈഡും നിറയെ മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പൂവരശ്. അത് ബണ്ടിനെ ബലമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൂവരശും അതുപോലുള്ള ഇത് വെക്കുന്നത്. പൂവരശാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വെച്ചിരിക്കുന്നത് ബണ്ടിനെ ബലവത്താക്കാൻ വേണ്ടിയിട്ട്. അതേ കണ്ടില്ലേ, നല്ല വണ്ണമുള്ള പൂവരശൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇതിങ്ങനെയൊക്കെ വെള്ളത്തിലല്ലേ പണ്ടൊക്കെ നമ്മൾ ഊഞ്ഞാലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പം പൂവരശെന്ന് പറയുന്ന കാണണേ നമ്മൾ ഇതുപോലുള്ള ഗ്രാമങ്ങളിലെത്തണം. നല്ല മനോഹരമായ ഒരു കാഴ്ച. ഈ ചേട്ടനായിരുന്നു അവിടെ മോട്ടർ അടിച്ചുകൊണ്ടിരുന്നത്, വെള്ളം കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കറണ്ട് പോയി എന്ന് പോവാമെന്ന് പറഞ്ഞ് പുള്ളി ഇപ്പോൾ പോവുക. ഇപ്പോൾ പോയിട്ട് പുള്ളി അപ്പുറത്തെങ്ങാണ്ടാണ് പുള്ളി താമസിക്കുന്നത്. പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പം ഇവർക്കെല്ലാവർക്കും ഇതെന്തോ പാമ്പല്ലേ, പൊളവനാണ്. പക്ഷെ അതിന് ദേഹത്തെല്ലാം വട്ടത്തി പുള്ളി വരകൾ കാണുന്നുണ്ടല്ലോ. പൊളവനാ വെള്ളത്തിൽ ഇറങ്ങത്തുള്ളൂ. ആണോ? അത് വലിയൊരു പൊളവനാണ്. ഇതുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളും മനോഹരമായ വ്യൂ നമുക്ക് നക്രാൽ പുതുവലി വന്നാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ വന്നാൽ സൂര്യാസ്തമനം മാത്രമല്ല സൂര്യോദയവും കാണാം. ഇതുപോലെ തന്നെ നല്ല സൂര്യോദയം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രസമുള്ള ഗ്രാമം. അതുപോലെ തന്നെ അതേ കണ്ടോ ഒരു ചേച്ചി അവിടെ നിന്ന് മീൻ വല ഇടുന്നുണ്ടായിരുന്നു. ഉടക്കുവല എന്നാണ് അവർ പറയുന്നത്. ആ ഉടക്കുവല ഇടുന്നുണ്ടത് ഭയങ്കര വിലയാണ് കേട്ടോ. എല്ലാവരും വള്ളത്തേലൊക്കെയാ യാത്ര. ഇവിടെ അതല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ചെറിയ വണ്ടികളൊക്കെ, ആക്റ്റീവ പോലത്തെ വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന കൊച്ചു വഴികൾ, അത് നല്ല ബാലൻസ് ഉള്ളവർക്കേ പോകാൻ പറ്റും. അവിടുത്തുകാരെ പോകാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ അവർ വലിയൊരു ഉടക്കോല ഇടുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടന് മുന്നിൽ അതിൻ്റെ ഒരു തലയുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങളും ഇവിടെ വരിക.
സായന്തനം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് വൈകിട്ട് 7 മണി 8 മണി വരെയൊക്കെ അവിടെ ഇരിക്കാം. നല്ല ഗ്രാമവാസികളാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. നല്ല ഇൻ്റർലോക്ക് ഇട്ട നല്ല മനോഹരമായ സ്ഥലമാണ്. ആ വെള്ളം കാണുന്നതെല്ലാം കൊക്കുകളാണ്. കൊക്കുണ്ട് അതിനകത്ത്. ഈ സൈഡ് കൊക്കാണ് കേട്ടോ, വെളുത്തത്. ഇതിൻ്റെ മറു സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ദേശാടനക്കിളി, കറുത്ത ഈ ദേശാടനക്കിളിയും ഉണ്ട്. വേറൊരെണ്ണം ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങിത്താഴുന്ന വേറൊരെണ്ണം. ഇവിടെ കുളക്കോഴിയല്ല, വേറൊരെണ്ണം ഉണ്ട്, അതുമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, ആയിരക്കണക്കിന്. ഇപ്പം ഇവരെ ഒന്നും നമുക്കിപ്പം വെടിവെക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവരിപ്പോൾ അങ്ങ് പെറ്റ് പെരുകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ബണ്ടിലേക്ക് അവിടെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ നിന്ന് തിരിച്ചിപ്പോൾ ഞങ്ങൾ വണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഈ തെങ്ങിനൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതെന്തോന്നറിയാമോ? ഇതവിടുത്തെ ഒരു കാട്ടുചെടി പോലെ. ഇടയ്ക്കൊക്കെ എല്ലായിടത്തും ഉള്ളതാ. ഇതിന് ഒത്തിരി ഉണ്ട് അവിടെ. ഇത് പശു തിന്നത്തില്ല ഈ സാധനം. പക്ഷേ ഇതേ നല്ല രസമുള്ള പൂവുണ്ടാവും, നല്ല ഭംഗിയുള്ള പൂവ് ഇതേ ഉണ്ടാവും. പക്ഷേ പശു തിന്നത്തില്ല. മീനുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെ അവർ ചൂണ്ടയിടുന്നുണ്ട്, പിന്നെ വലയിടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളുടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.